ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതാണ് ആ ഫോട്ടോ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യമായി ലഭ്യമായിരിക്കുന്ന ചിത്രം കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കപ്പലിൽ തീപിടിച്ച പുക ഉയരുന്നതിന്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിപ്പോൾ ഔദ്യോഗികമായി നമുക്ക് ലഭ്യമായിരിക്കുന്ന ഫോട്ടോയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാൻഹായ് 503 എന്ന കപ്പലിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. കനത്ത പുക ഉയർന്നത് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ 144 കിലോമീറ്റർ ബേപ്പൂർ തുറമുഖത്ത് നിന്ന് 144 കിലോമീറ്റർ അപ്പുറമാണ് ആ കപ്പൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ചിത്രം ഇപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ എത്തിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഒഫീഷ്യലായി അവർ നൽകിയിരിക്കുന്ന ചിത്രം കൂടിയാണ്. ഇതാണ് ഈ അപകടത്തിൽ പുറത്തു വരുന്ന ഒന്നാമത്തെ ദൃശ്യം അല്ലെങ്കിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത്. തീപിടിച്ച് കപ്പലിൽ നിന്ന് കനത്ത പുക ഉയർന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടെയ്നറുകൾ നിരത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. 22 കണ്ടെയ്നറുകൾ ആ രീതിയിൽ കടലിൽ വീണിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. തീപിടുത്തമുണ്ടായി, പൊട്ടിത്തെറികൾ ധാരാളമായി സംഭവിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് കോസ്റ്റ് ഗാർഡിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ആ ദുരന്ത പ്രദേശത്തേക്ക് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു എന്നതാണ്. ഷീജ, ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും ഒക്കെ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങൾ കപ്പലിനരികിലേക്ക് എത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? മനു, ഏതായാലും കപ്പലിനരികിലേക്ക് രക്ഷാപ്രവർത്തനത്തിലുള്ള നടപടികൾ ഊർജിതമാക്കി അവർ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാൻഹായ് 503 എന്ന് പറയുന്ന കപ്പലാണ് ഇപ്പോൾ തീപിടിച്ചിരിക്കുന്നത്. ഇത് 144 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഉൾക്കടലിലാണ് ഈ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യ 2 ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. ഔദ്യോഗികമായി തന്നെ ലഭിച്ച 2 ചിത്രങ്ങളാണത്. 20 കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നിലവിലിപ്പോൾ കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത്. പലതവണയായി പൊട്ടിത്തെറികൾ ഉണ്ടായി എന്നുള്ളതും കോസ്റ്റ് ഗാർഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് തീപിടുത്തം കൂടി ഉണ്ടായിരിക്കുന്നത് കപ്പലിൽ എന്നുള്ള കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 22 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഈ 22 പേരിൽ 18 പേരും കടലിലേക്ക് എടുത്തു ചാടി. ഈ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ കടലിലേക്ക് എടുത്തു ചാടിയിട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാ ബോട്ടുകൾ ഇതിനകം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കപ്പൽ നിലവിൽ മുങ്ങിയിട്ടില്ല പൂർണ്ണമായും എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്നും കോസ്റ്റ് ഗാർഡിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും അവിടേക്ക് കപ്പലിനരികിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ കടലിൽ ചാടിയവരെ രക്ഷപ്പെടുത്തുന്നതിനും അതിൻ്റെ സ്ഥിതിഗതികളും കോസ്റ്റ് ഗാർഡും നേവിയും വിലയിരുത്തുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ ഇവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അതാത് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രിയും നൽകിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലേക്ക് നൽകിയിരിക്കുന്നത്. സൂറത്ത് എന്ന് പറയുന്ന നമ്മുടെ നാവികസേനയുടെ കപ്പലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു വിവരം. തീർച്ചയായും ഈ രീതിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള നിർദ്ദേശം ഇത്തരത്തിലൊരു അപകടമുണ്ടായി എന്നുള്ള വിവരം കോസ്റ്റ് ഗാർഡിൽ നിന്ന് ലഭിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി താഴെത്തട്ടിലേക്ക് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും നേതൃത്വത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. ആദ്യ പരിഗണന കടലിൽ ചാടിയവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയായിരിക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അവരെ രക്ഷപ്പെടുത്തി തീരത്തെത്തിച്ച് അവരെ ആശുപത്രികളിലേക്ക് മാറ്റി മതിയായ ചികിത്സ ഉറപ്പാക്കുക. അതിനൊപ്പം തന്നെയാണ് ഇതിന്റെ തുടർന്ന് ഇനി എന്താണ് സംഭവിക്കുക എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ അതും കോസ്റ്റ് ഗാർഡും നേവിയും ചേർന്ന് നടത്തുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഇതിനു മുൻപ് എൽസ 3 എന്ന് പറയുന്ന കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ ഭവിഷ്യത്തുകൾ ഇപ്പോഴും സംസ്ഥാനം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും ഈ വാൻഹായ് 503 എന്ന് പറയുന്ന കപ്പലിന്റെ ഒരു സാഹചര്യം അത് പൂർണ്ണമായും മുങ്ങാനുള്ളൊരു സാധ്യത എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ അതിന്റെ കണ്ടെയ്നറുകളുടെ സാഹചര്യം, കാരണം ഇപ്പോൾ 20 കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കി കണ്ടെയ്നറുകളുടെ അവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായി പരിശോധന നടത്താൻ തന്നെയാണ് നിലവിൽ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശം. മനു, തീർച്ചയായും ഷീജായി പറഞ്ഞതുപോലെ ഇപ്പോൾ കപ്പൽ മുങ്ങിയിട്ടില്ല. ഷീജയിലേക്ക് വരാം. ലതീഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ലതീഷ്, INS സൂറത്ത് എന്ന് പറയുന്ന നാവികസേനയുടെ കപ്പലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നാണ്, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ. കൂടുതലായുള്ള കാര്യങ്ങളൊക്കെ വേഗത്തിൽ പങ്കുവയ്ക്കാം. ലതീഷ്, മനു കേൾക്കാമെങ്കിൽ? കേൾക്കാം. മനു, രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. INS സൂറത്ത് എന്ന കപ്പലിൽ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തീപിടുത്തം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 22 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 18 പേർ 4 പേർ ഒഴികെ 18 പേരും വെള്ളത്തിലേക്ക്
ചാടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്തേണ്ട സാഹചര്യം കൂടി നിലവിലുണ്ട്. ആശുപത്രി അധികൃതർക്ക് നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായി നമ്മൾ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും 7-ാം തീയതി കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള, ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള നടപടികളിലേക്ക് INS സൂറത്തിന്റെ നേതൃത്വത്തിൽ, സൂറത്ത് കപ്പലിൽ എത്തിയ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ചികിത്സയ്ക്കായി ആളുകളെ എവിടേക്ക് എത്തിക്കുമെന്നത് സംബന്ധിച്ച ചില സംശയങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. കാരണം എവിടേക്കാണ് ഏറ്റവും വേഗത്തിൽ ചികിത്സയ്ക്കായി ജീവനക്കാരെ എത്തിക്കാൻ കഴിയുക എന്നത് നോക്കിയ ശേഷമായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. മനോ, കപ്പൽ ഈ സമയം വരെയും പൂർണ്ണമായും മുങ്ങിയിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നിരവധി തവണ പൊട്ടിത്തെറികൾ ഉണ്ടായി, ആ പൊട്ടിത്തെറികളിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ലതീഷ്, മനു, ആ നിലയിൽ തന്നെയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. പൊട്ടിത്തെറി ഉണ്ടായി, വലിയ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. കണ്ടെയ്നറുകൾക്ക് തീ പിടിക്കുകയായിരുന്നു. വലിയ തോതിൽ തീ ആളി പടരുകയും കറുത്ത പുക ഉയരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിൽ തന്നെ തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായ ഘട്ടത്തിൽ തന്നെ കുറെ ജീവനക്കാർ അതിൽ നിന്നും പുറത്തേക്ക് ചാടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി. എന്തായാലും ലതീഷ്, ഒരു മിനിറ്റ്. ഇപ്പോൾ 2 ചിത്രങ്ങളാണ് ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആ 2 ചിത്രങ്ങളും ഇപ്പോൾ പ്രേക്ഷകരെ കൈകളിൽ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. 2 ചിത്രങ്ങളും കാണാൻ കഴിയും. 2 ആംഗിളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അങ്ങോട്ടേക്ക് എത്തിയ രക്ഷാ ദൗത്യ സംഘത്തിൽ നിന്നാണ് നമുക്ക് ഈ ചിത്രങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ അപകടത്തിന്റെ ആദ്യ ചിത്രങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് കൈരളി ന്യൂസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 2 ചിത്രങ്ങൾ, ഈ വാൻഹായ് 503 എന്ന് പറയുന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടതിന്റെ 2 ചിത്രങ്ങൾ. വലിയ തോതിൽ പുക ഉയർന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടെയ്നറുകളുടെ നടുവിൽ നിന്നാണ് ആ പുക ഉയർന്നത്, തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആ ഭാഗത്തു നിന്നാണ് ആ പുക ഉയർന്നത്. ഇത്തരത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടായി, അതിനുശേഷം തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി പങ്കുവയ്ക്കപ്പെടുന്ന വിവരം എന്ന് പറയുന്നത്. വാൻഹായ് 503 എന്ന കപ്പൽ അത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് ചരക്കുമായി പോവുകയായിരുന്നു. 22 കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട് എന്ന് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്നു. 22 ജീവനക്കാരും ഉണ്ടായിരുന്നു. അതിൽ 18 പേർ കടലിൽ ചാടിയിട്ടുണ്ട്. അവർ രക്ഷാ ബോട്ടിലാണുള്ളത്. അവരെ അല്പസമയത്തിനകം തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. ആ ദൃശ്യങ്ങൾ, ആ ചിത്രങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നു. 2 ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി നമ്മുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവരെ രക്ഷിച്ച് കേരള തീരത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ട ചികിത്സ ഒരുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി കളക്ടർമാർക്ക് നൽകിയിരിക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ സംസ്ഥാനം ചെയ്തു പൂർത്തിയാക്കിയിട്ടുണ്ട്. INS സൂറത്ത് എന്ന് പറയുന്ന നമ്മുടെ നാവികസേനയുടെ കപ്പലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ സംവിധാനങ്ങളും എല്ലാം അതിന്റെ കൂടെ തന്നെയുണ്ട്. ഹെലികോപ്റ്ററുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഡോണിയർ വിമാനങ്ങളും ഒക്കെ വളരെ വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ സമഗ്രമായ ഒരു രക്ഷാപ്രവർത്തനവും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ലതീഷ്, തുടരാം. മനു, രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ആളുകളെ, ജീവനക്കാരായ ആളുകളെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. 22 പേരാണ് ആകെ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ 18 പേർ കടലിലേക്ക്, തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായ ഘട്ടത്തിൽ തന്നെ കടലിലേക്ക് എടുത്തു ചാടിയിരുന്നു. ഇവർ ബോട്ടിലാണ്, സുരക്ഷിതരാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ പൊള്ളലേറ്റ സാഹചര്യം കൂടിയുണ്ട്. ജീവനക്കാർക്ക് പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ ജില്ലകൾക്ക് ഇത് സംബന്ധിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. എന്തായാലും കപ്പൽ മുഴുവനായും മുങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മാസം 7-ാം തീയതി, 2 ദിവസം മുമ്പ് കൊളംബോയിൽ നിന്ന് ചരക്കുമായി മുംബൈയിലേക്ക് തിരിച്ച വാൻഹായ് 503 എന്ന് പറയുന്ന സിംഗപ്പൂർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഉൾക്കടലിൽ പുരോഗമിക്കുന്നുണ്ട്. INS സൂറത്ത്